എറണാകുളം ചെല്ലാനത്ത് നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. തീരത്ത് വീപ്പ അടിഞ്ഞിരിക്കുന്നു. മാലാഖപ്പടിയിലാണ് തീരത്ത് വീപ്പ അടിഞ്ഞത്. ഉൾക്കടലിൽ തീപിടിച്ച വാൻഹായ് കപ്പലിൽ നിന്നുള്ള വീപ്പയാണ് അടിഞ്ഞതെന്നാണ് സംശയം. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സൂര്യശ്രീ ഉണ്ട് സംഭവ സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങളുമായി. സൂര്യശ്രീ, തീരത്തേക്ക് അടിയാനുള്ള സാധ്യതയുണ്ട് 3-4 ദിവസത്തിനുള്ളിൽ എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ അധികൃതർ നൽകിയ നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? അങ്ങോട്ടേക്ക് ആരെങ്കിലും അധികൃതർ പരിശോധനയ്ക്കൊക്കെയായി എത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? അനുജ, ബേപ്പൂർ തീരത്ത് അപകടത്തിൽപ്പെട്ട വാൻഹായ് കപ്പലിൽ സംശയിക്കുന്ന ഒരു വസ്തുവാണ് ഇന്ന് രാവിലെ ചെല്ലാനം മാലാഖപ്പടി തീരത്ത് അടുത്തിരിക്കുന്നത്. ഏകദേശം 200 ലിറ്റർ ബാരലിലുള്ള ഒരു വീപ്പയാണ് അടിഞ്ഞിരിക്കുന്നത്. ഇതിൽ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഉപ്പുവെള്ളം ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന ഇതുമൂലം തുരുമ്പ് പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നാലും ഈ കപ്പലിലെ വസ്തു ആകാമെന്ന ഒരു സംശയം തന്നെയുണ്ട്. ഈ പ്രദേശവാസികളാണ് ഇത്തരത്തിൽ ഈ ഒരു വീപ്പ കടൽ തീരത്ത് അടിഞ്ഞത് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഉടൻ തന്നെ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ ഈ വീപ്പ കണ്ടെത്തിയ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ കോസ്റ്റ് ഗാർഡിന് വിവരം അറിയിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡും ഉടൻ തന്നെ സ്ഥലത്തെത്തും. സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നതായിരിക്കും. ഇത്തരത്തിൽ ചെല്ലാനത്തിൽ തന്നെ നാട്ടുകാരാണ് ഇത്തരത്തിൽ ആദ്യം ഈ വീപ്പ ഈ തീരത്ത് അടിഞ്ഞത് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇന്നലെ തന്നെ തീരദേശവാസികൾക്കൊക്കെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇത്തരത്തിൽ കപ്പലിലേതെന്ന് സംശയിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾ തീരത്ത് വരികയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അതായത് എറണാകുളം ജില്ലയുടെ തെക്കൻ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ അടിയാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് ഇന്നലെ തന്നെ ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ കടലിന് സമീപത്തെത്തിയ പ്രദേശവാസികൾ ഇത്തരത്തിലൊരു വീപ്പ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇത് വാൻഹായ് കപ്പലിലേതാകാമെന്നൊരു സംശയമാണുള്ളത്. ഈ സംശയത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഇവർ പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. ഈ വീപ്പ ആദ്യം കണ്ട ഈ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, എപ്പോഴാണ് ഇന്ന് എല്ലാ ദിവസവും രാവിലെ വാവ് കഴിഞ്ഞ അഷ്ടമി 8-ാം ദിവസം വരെ കടൽ കയറുന്ന ദിവസമാണ്. ആ ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ ഇവിടെ വന്ന് നമ്മൾ കടലിൻ്റെ ലക്ഷണം നോക്കും. മേൽക്കടൽ ഒഴിയുക, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആഴക്കടലിൽ തിരമാല ഒഴിയും. അപ്പോൾ ആഴക്കടലിൽ തിരമാല ഒഴിയണമെങ്കിൽ കടൽ കയറുമെന്നുള്ളതിന് തെളിവാണ്. അതുകൂടാതെ നീര് തെക്ക് നിന്നാണോ വടക്ക് നിന്നാണോ എന്ന് നോക്കും. അപ്പോൾ ഇത് വടക്കൻ നീരാണ്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നതാണ്. കടൽ കയറുമോ ഇല്ലയെന്ന് ഞങ്ങളുടെ ജനകീയ വേദിയുടെ ഗ്രൂപ്പുകളിൽ തീരദേശത്ത് താമസിക്കുന്ന കടലാക്രമണം ബാധിക്കുന്ന ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയാണ് വന്നത്. എല്ലാ ദിവസവും വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് വന്നത്. വന്ന് നോക്കി കടലിൽ നോക്കിയപ്പോൾ തന്നെ ഇന്നും കടൽ കയറും. അതാണ് ഇന്നത്തെ അവസ്ഥ. വേലിയേറ്റം നിറയുന്നത് ഏതാണ്ട് 12:30-1 മണി കഴിഞ്ഞാണ് വേലിയേറ്റം നിറയുന്നത്. അത് കഴിഞ്ഞാൽ ശക്തമായിട്ട് ബീപ്പ രാവിലെ തന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും പോലീസും കോസ്റ്റൽ പോലീസും എല്ലാം പറഞ്ഞിരുന്നു. അതുകൂടാതെ തന്നെ കടലിൽ വടക്കൻ നീരാണ്. അപ്പോൾ ഈ ബേപ്പൂർ മുങ്ങിയ കപ്പലിൻ്റെ പുറത്തേക്ക് വീണിരിക്കുന്ന കടലിലേക്ക് വീണിരിക്കുന്ന കണ്ടെയ്നറും മറ്റു വസ്തുക്കളും ഇങ്ങോട്ടൊഴുകി വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ നോക്കിയപ്പോൾ ഈ ഡ്രം ഞാൻ കണ്ടത്. ആ കണ്ടപ്പോൾ തന്നെ പോലീസിലെല്ലാം വിളിച്ചു പറഞ്ഞ് ഇത്തരത്തിലാണ് രാവിലെ തന്നെ ഈ വീപ്പ ഇവിടെ തീരത്തണിഞ്ഞത് കണ്ടതുകൊണ്ട് ഉടനെ തന്നെ പോലീസ് അധികൃതരെ വിവരം അറിയിച്ചിരുന്നു. പോലീസ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തുടർ നടപടികൾ എന്താണ്? നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോസ്റ്റൽ CI ഇപ്പോൾ തന്നെ ഇവിടെ എത്തും. അതിനുശേഷം നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫയർഫോഴ്സിനെ അറിയിച്ചിട്ടുണ്ട്. അനുജ, കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം ഇത് വാൻഹായ് കപ്പലിൽ നിന്ന് തീരത്തടിഞ്ഞ വസ്തുവാണോ എന്നൊക്കെ തന്നെ ഉടൻ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ശരി, ചെല്ലാനം തീരത്തൊരു വീപ്പ അടിഞ്ഞിട്ടുണ്ട്. മാലാഖപ്പടിയിലാണ് വീപ്പ അടിഞ്ഞത്. ഇത് വാൻഹായ് കപ്പലിൽ നിന്നുള്ള വീപ്പയാണോ എന്നൊക്കെയുള്ളതിൽ തുടർ പരിശോധനകൾ വേണ്ടതുണ്ട്. കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള വിശദമായ പരിശോധന നടക്കും. സൂര്യശ്രീയാണ് ഈ വിവരം ആദ്യം പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്.